പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം ആണല്ലോ. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താ? ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് ഒക്കെ ഉണ്ടോ ഉള്ളില്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഇപ്പൊ ഞങ്ങള് സെയിം സെക്സ് കപ്പിളാണ്. കപ്പിൾസ് അല്ല, ഒരാളില്ലോ. ഇവിടെ കണ്ടിട്ട് ഒരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. അയാള് ചോദിച്ചെന്താ വെച്ചാല് പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. പുള്ളിക്ക് ഞങ്ങളെ കൊണ്ട് ലോഡ്ജിൽ പോയിട്ട് പുള്ളിക്ക് എന്തൊക്കെയോ സാധിക്കാനുണ്ട്. അപ്പൊ ഒരു സെക്സ് പെനിട്രേറ്റീവ് സെക്സിലൂടെ പോയാൽ നിങ്ങൾക്ക് ഈ ശരീരത്തിനോടും പ്രേമോ ആണിന്റെ സുഖം അറിഞ്ഞിട്ട് ആണുങ്ങളുടെ കൂടെ പോയിക്കോളൂന്നാണ് വിചാരം. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. അത് അയാളെ മാത്രം ചിന്തല്ല, എല്ലാവരുടെയും ചിന്ത. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ആണിനെ കല്യാണം കഴിച്ച് നോക്കുന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞില്ലായിരുന്നു ആരാന്നൊന്നും പറയണ്ട. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഞാന് ഒരു ആണിന്റെ സുഖം അറിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആരാ പറഞ്ഞത്? പറ. അമ്മോൻ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാന്ന് എനിക്ക് നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല.